നിങ്ങൾ ഇസ്രയേലിനെ വിമർശിച്ചാൽ ജൂതവിരുദ്ധൻ അല്ലെങ്കിൽ ആന്റി സെമിറ്റിക് ആയിട്ട് മാറുമോ? ഇസ്രയേൽ പാലസ്തീൻ വിഷയത്തിലെ പ്രധാനപ്പെട്ട ചില മിത്തുകൾ അല്ലെങ്കിൽ തെറ്റിദ്ധാരണകളെ കുറിച്ചുള്ള ഒരു സീരീസ് ആണിത്. എല്ലാവർക്കും സ്വാഗതം. ഈ ചോദ്യം എളുപ്പത്തിൽ മനസ്സിലാക്കാൻ ഞാനൊരു ഉദാഹരണം പറയാം. ഇന്ത്യയിലേക്ക് വന്നാൽ BJPയുടെ ഏതെങ്കിലും സർക്കാരിന്റെ നയത്തിനെയോ അല്ലെങ്കിൽ അവരുടെ ആശയങ്ങളെയോ ഒരാൾ വിമർശിക്കുന്നു എന്ന് കരുതുക. നിങ്ങൾക്കൊക്കെ അറിയാവുന്നതുപോലെ BJP മുന്നോട്ട് വെക്കുന്നത് ഹിന്ദുത്വ എന്നൊരു ആശയമാണ്. അതുപോലെ ഹിന്ദുക്കളെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു പാർട്ടി എന്നതാണ് BJPയുടെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയം, അവരുടെ ഐഡന്റിറ്റി. ഒരാൾ BJPയെ വിമർശിച്ചാൽ ഹിന്ദു വിരുദ്ധനാണ് എന്ന് പറയുന്നത് പോലെ, അല്ലെങ്കിൽ ഒരാൾ താലിബാനെ വിമർശിച്ചാൽ മുസ്ലിം വിരുദ്ധനാകും എന്ന് പറയുന്നത് പോലെ ഒരു ലോജിക്കൽ ട്രാപ്പാണ് ജൂതരെയും ഇസ്രയേലിനെയും ഒന്നായിട്ട് കാണുന്നത്, അല്ലെങ്കിൽ ജൂതമതം സമം ഇസ്രയേൽ എന്ന രീതിയിൽ കാണുന്നത്. ഇവിടെ എല്ലാ ഹിന്ദുക്കളും BJPക്കാരല്ല. മാത്രമല്ല BJPയെ പിന്തുണയ്ക്കുന്ന എല്ലാവരും ഹിന്ദുക്കളുമല്ല. ഇപ്പോൾ കേരളത്തിലൊക്കെ ക്രിസംഗികൾ എന്ന് വളരെ അഭിമാനത്തോടെ പറയുന്ന ആളുകളുണ്ട്. മതത്തിനെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഐഡന്റിറ്റി രാഷ്ട്രീയ പ്രവർത്തനത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന പ്രസ്ഥാനങ്ങൾ ലോക ചരിത്രത്തിൽ സ്വീകരിക്കുന്ന ഒരു രീതിയാണ് ഞങ്ങൾ ഈ വിഭാഗത്തിനെ മൊത്തത്തിൽ റെപ്രസെന്റ് ചെയ്യുന്നു എന്നൊരു പൊതുബോധം സൃഷ്ടിക്കുന്നത്. ഞങ്ങളും ഈ മതവും അല്ലെങ്കിൽ ഈ വിഭാഗവും തമ്മിൽ ഒരു വ്യത്യാസവുമില്ല എന്ന് ഇവർ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കും. ഞങ്ങളാണ് ഇതിന്റെ റെപ്രസെന്റേറ്റീവ്സ് എന്ന് നിരന്തരം ഇവര് ജനങ്ങളിൽ തോന്നിപ്പിച്ചുകൊണ്ടിരിക്കും. ഇത് ഭയങ്കര പൊട്ടൻഷ്യൽ ഉള്ള ഒരു രാഷ്ട്രീയ ആയുധമാണ്. കാരണം ഇത്തരം ഒരു ചിന്ത ശക്തമാക്കി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തിനെ വിമർശിക്കുക എളുപ്പമല്ല. കാരണം എളുപ്പത്തിൽ തന്നെ ഇതാ ഞങ്ങളുടെ മതത്തിനെ ആക്രമിച്ച് അല്ലെങ്കിൽ ഞങ്ങളുടെ ഐഡന്റിറ്റിയെ ആക്രമിച്ച് എന്ന് അവർക്ക് തിരിച്ചടിക്കാൻ കഴിയും. നിങ്ങൾ ഒരു മതവിരുദ്ധനാണ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രത്യേക ഐഡന്റിറ്റിയുടെ വിരുദ്ധനാണ് എന്ന് പറഞ്ഞ് സ്ഥാപിക്കാൻ കഴിയും. അതുപോലെ ഈ പ്രസ്ഥാനത്തിലെ ആളുകളെ മതം അല്ലെങ്കിൽ ഐഡന്റിറ്റി അപകടത്തിലാണ് എന്ന പ്രചാരണത്തിലൂടെ എപ്പോഴും കൂടെ നിർത്താനും കഴിയും. ഇന്നത്തെ ലോക രാഷ്ട്രീയത്തിൽ ഈ ചർച്ചയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട്. കാരണം ഇസ്രയേലിനെതിരെയുള്ള എല്ലാ വിമർശനങ്ങളെയും ജൂതവിരുദ്ധത അല്ലെങ്കിൽ ആന്റി സെമിറ്റിസം എന്ന ഒറ്റ ആരോപണം കൊണ്ട് നിശബ്ദമാക്കാനുള്ള വലിയ ശ്രമം ഇന്ന് ലോകത്ത്, പ്രത്യേകിച്ച് വെസ്റ്റേൺ ലോകത്ത് നടക്കുന്നുണ്ട്. ഇവിടെ ഒരു മതത്തിനെയും അതിൽ വിശ്വസിക്കുന്ന ആളുകളെയും ഒരു മതത്തിന്റെ റെപ്രസെന്റേറ്റീവ് ആണെന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ നിന്ന് വേർതിരിച്ച് കാണേണ്ടത് അത്യാവശ്യമാണ്. 19ാം നൂറ്റാണ്ടിന്റെ പകുതിയോടെ യൂറോപ്പിൽ രൂപം കൊണ്ടൊരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് സയനിസം. ജൂതർക്ക് സ്വന്തമായി ഒരു രാജ്യം വേണമെന്നുള്ളതായിരുന്നു ഇതിന്റെ അടിസ്ഥാന ആവശ്യം. ഇതിന് ഉഗാണ്ട മുതൽ അർജന്റീന വരെ വിവിധ രാജ്യങ്ങളെ പല സമയത്തും ഇവര് തങ്ങളുടെ ജൂതരാഷ്ട്രം സൃഷ്ടിക്കാൻ വേണ്ടി ആലോചിക്കുന്നുണ്ട്. പിന്നീടാണ് ഇത് ഇന്ന് കാണുന്ന പാലസ്തീനിലേക്ക് എത്തുന്നത്. ഇസ്രയേൽ രാജ്യത്തിന്റെ തുടക്കത്തിനെ കുറിച്ച്, അതിന്റെ വിവിധ ഘട്ടങ്ങളെക്കുറിച്ച് ഈ ചാനലിൽ ചെയ്തൊരു വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ചേർക്കുന്നുണ്ട്, നിങ്ങൾക്കത് നോക്കാവുന്നതാണ്. സയനിസത്തിന് എതിരെ ജൂതമതത്തിന്റെ ഉള്ളിൽ നിന്ന് തന്നെ ശക്തമായ എതിർപ്പ് നിലവിലുണ്ട്. ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. സയനിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ തുടക്കം മുതൽ ഇത്തരത്തിലുള്ള എതിർപ്പ് നിലവിലുണ്ട്. എന്തിനധികം ഇസ്രയേലിനുള്ളിൽ നിന്ന് തന്നെ ശക്തമായ എതിർപ്പ് ഇത്തരം രാഷ്ട്രീയത്തിനെതിരെ ജൂതന്മാർക്കിടയിൽ നിന്ന് തന്നെ ഉണ്ട്. ഇതിൽ വളരെ സെക്യുലറായ ജൂതർ മുതൽ അടുത്ത പാരമ്പര്യവാദികളായിട്ടുള്ള ജൂതമതസ്ഥർ വരെ ഉൾപ്പെടുന്നുണ്ട്. വളരെ പോപ്പുലർ ആയിട്ടുള്ള പല ജൂതമത പണ്ഡിതരും കടുത്ത സയനിസ്റ്റ് വിരുദ്ധരാണ്. അതുകൊണ്ട് തന്നെ സയനിസമോ അതിന്റെ സൃഷ്ടിയായിട്ടുള്ള ഇസ്രയേൽ രാജ്യമോ മൊത്തം ജൂതരെയും റെപ്രസെന്റ് ചെയ്യുന്ന ആശയമാണ് എന്ന് ആർക്കും പറയാൻ കഴിയില്ല. അതുകൊണ്ട് ഇസ്രയേലിനെ വിമർശിക്കുന്നത് ആന്റി സെമിറ്റിക് ആകുമെങ്കിൽ വലിയൊരു വിഭാഗം ജൂതന്മാർ ജൂതവിരുദ്ധരാണ് എന്ന കൺക്ലൂഷനിൽ എത്തേണ്ടി വരും. ഇനി സയനിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ചരിത്രത്തിലേക്ക് വന്നാൽ അത് മുഴുവൻ കടുത്ത മനുഷ്യാവകാശ ലംഘനങ്ങളുടേതാണ്. ഹ്യൂമൻ റൈറ്റ്സ് വയലേഷനുകളെ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്നതാണ് സയനിസത്തിന്റെ ചരിത്രം. ആ ചരിത്രത്തിലേക്ക് നിങ്ങൾ നോക്കിയാൽ അതിൽ ടെററിസ്റ്റ് ആക്രമണങ്ങൾ മുതൽ ഇന്ന് കാണുന്ന സ്റ്റേറ്റ് നേതൃത്വം കൊടുക്കുന്ന ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻസ് വരെ ഉൾപ്പെടുന്നുണ്ട്. ഈ ആശയത്തിന്റെ അടിസ്ഥാന ലക്ഷ്യം തന്നെ തദ്ദേശീയരായിട്ടുള്ള ഒരു വിഭാഗം ആളുകളെ അവർ ജീവിക്കുന്ന സ്ഥലത്ത് നിന്ന് ഉന്മൂലനം നടത്തി അവിടെ മറ്റൊരു വിഭാഗം ആളുകൾക്ക് മാത്രമായിട്ട് ഒരു രാജ്യം ഉണ്ടാക്കുക എന്നതാണ്. അതിനുവേണ്ടി കഴിഞ്ഞ 100 വർഷത്തെ ചരിത്രത്തിൽ ചെയ്തിട്ടുള്ളത് സമാനതകളില്ലാത്ത ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻസ് ആണ്. അത്തരത്തിലുള്ള ഒരു പ്രസ്ഥാനത്തിനെയും അതിന്റെ ഭാഗമായിട്ടുള്ള ഇസ്രയേൽ എന്ന് പറയുന്ന രാജ്യത്തിനെയും ഒരാൾ വിമർശിച്ചാൽ അതെങ്ങനെയാണ് ജൂതരോടുള്ള വിരുദ്ധതയാക്കുന്നത്? അങ്ങനെ ഒരു വാദം അംഗീകരിച്ചാൽ നാളെ ഒരു മതത്തിന്റെ അല്ലെങ്കിൽ മറ്റൊരു ഐഡന്റിറ്റിയുടെ മറവിൽ വരുന്ന
ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനെ, ഒരു രാജ്യത്തിനെ, അതിൻ്റെ ഒരു നിലപാടിനെയും ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻസിനെയും വിമർശിക്കാൻ കഴിയില്ല എന്ന സ്ഥിതി വരും. എന്നാൽ ഇസ്രയേലിനെ വിമർശിക്കുന്നവരെ ആന്റി സെമിറ്റിക് എന്ന് ആരോപിക്കുന്നത് ഒരു ചില്ലറക്കളിയല്ല. ആന്റി സെമിറ്റിസം എന്നാരോപിച്ച് ആളുകളെ നിശബ്ദമാക്കുന്നത് ശക്തമായ ഒരു രാഷ്ട്രീയ ആയുധമാണ്. കാരണം നിങ്ങൾ ആന്റി സെമിറ്റിക് എന്ന് ആരോപിക്കപ്പെടുമ്പോൾ നിങ്ങളെ നാസികളുടെ രണ്ടാം ലോക മഹായുദ്ധത്തിൽ ജൂതരോട് നടത്തിയ ക്രൂരതകളുമായിട്ടാണ് ചേർത്ത് വെക്കുന്നത്. ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന അത്തരം മൂല്യങ്ങൾ പിന്തുടരുന്ന ഒരാളെ സംബന്ധിച്ച് അവരൊരിക്കലും കേൾക്കാൻ ആഗ്രഹിക്കാത്ത ഒന്നാണ് ഇത്തരത്തിൽ നാസികളുമായിട്ട് ചേർത്ത് വെക്കുന്നത്. വെസ്റ്റേൺ ലോകത്ത് നിങ്ങൾക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയ മോശം ടാഗ് ഒരു പക്ഷേ ആന്റി സെമിറ്റിക് എന്നതായിരിക്കും. കാരണം യൂറോപ്യൻ സമൂഹം നേരിട്ട് കണ്ടിട്ടുള്ള, അവർക്ക് ഒരു തരം കലക്റ്റീവ് ഗിൽറ്റുള്ള അപൂർവ മനുഷ്യാവകാശ ലംഘനമാണ് നാസികളുടെ ക്രൂരതകൾ. ഒരു യൂറോപ്പിനെ കൊളോണിയലിസ്റ്റ് എന്ന് പറഞ്ഞാൽ അവർക്ക് ഇത്ര പ്രശ്നം ഉണ്ടാകാൻ സാധ്യതയില്ല. ഒന്നാമത് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെ കോളനിയാക്കി ചൂഷണം ചെയ്തത് ഒരു തെറ്റായിരുന്നു എന്ന് ഇപ്പോഴും വലിയൊരു വിഭാഗം യൂറോപ്യൻസിനും തോന്നണം എന്നില്ല. പിന്നെ അതിൽ അനുഭവിച്ചത് യൂറോപ്യന്മാരല്ലാത്തത് കൊണ്ട് അവർക്ക് അതത്ര വിഷയമാവാനും സാധ്യതയില്ല. ഇവിടെ കാണേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇസ്രയേൽ നടത്തുന്ന എല്ലാ മനുഷ്യാവകാശ ലംഘനങ്ങളെയും രണ്ടാം ലോക മഹായുദ്ധ കാലത്തും അതിനു മുന്നേയും ജൂതർ അനുഭവിച്ച ക്രൂരതകളെ ഉപയോഗിച്ച് ഡിഫെൻഡ് ചെയ്യാനുള്ള ഒരു സാധ്യതയും ഈ ആന്റി സെമിറ്റിക് ആരോപണങ്ങളിലൂടെ ലഭിക്കുന്നുണ്ട് എന്നതാണ്. ഇന്ന് പല രാജ്യങ്ങളിലും പുതിയ നിയമങ്ങൾ ഈ രീതിയിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ഉദാഹരണത്തിന് അമേരിക്കയിൽ ബൈഡൻ കൊണ്ടുവരാൻ പോകുന്ന ഈ നിയമം ഒന്ന് നോക്കുക. HR 6090 എന്നറിയപ്പെടുന്ന ഈ നിയമത്തിന്റെ ആന്റി സെമിറ്റിസത്തിന്റെ ഡെഫിനിഷൻ ഇന്റർനാഷണൽ ഹോളോകോസ്റ്റ് റിമെമ്പറൻസ് അലയൻസ് എന്നൊരു സംഘടനയുടെ ആന്റി സെമിറ്റിസത്തിന് അവർ നൽകിയ ഡെഫിനിഷനിൽ നിന്നാണ് സ്വീകരിക്കുന്നത്. അതിലെ ചില ഭാഗങ്ങൾ നമുക്കൊന്ന് നോക്കാം. ഇതിലെ 2 വാചകങ്ങൾ ഞാൻ വായിക്കാം. Denying the Jewish people the right to self-determination by claiming that the existence of a state of Israel is a racist endeavor. Drawing comparisons of contemporary Israeli policy to that of the Nazis. അതായത് ഇസ്രയേൽ സ്റ്റേറ്റ് ഒരു റേസിസ്റ്റ് സ്റ്റേറ്റ് ആണ്, അല്ലെങ്കിൽ നാസികൾ ചെയ്തതിന് സമാനമായിട്ടുള്ളതാണ് അവരിന്ന് ചെയ്യുന്നത്. ഇതൊക്കെ പറയുന്നത് ഈ ഡെഫിനിഷൻ പ്രകാരം ആന്റി സെമിറ്റിസ് ആണ്. ഇസ്രയേൽ എന്ന് പറയുന്നത് ലക്ഷണമൊത്തൊരു അപ്പാർത്തൈഡ് സ്റ്റേറ്റ് ആണ്. അതായത് അവർ ഭരിക്കുന്ന ജനങ്ങളെ റേഷ്യലോ അല്ലെങ്കിൽ മറ്റ് ഐഡന്റിറ്റിയുടെയോ അടിസ്ഥാനത്തിൽ നിയമപരമായി തന്നെ സെഗ്രിഗേറ്റ് ചെയ്യുന്ന, അതായത് വേർതിരിക്കുന്ന സംവിധാനം നിലനിൽക്കുന്ന രാജ്യമാണ്. നിയമത്തിന്റെ ബലത്തിൽ തന്നെ ഇസ്രയേലികൾക്കിടയിലും പലസ്തീനികൾക്കിടയിലും വ്യത്യസ്തമായിട്ടുള്ള അവകാശങ്ങളാണ് ഈ രാജ്യത്ത് നിലവിലുള്ളത്. ഇതിനെക്കുറിച്ച് ഞാൻ വിശദമായിട്ട് ചെയ്തൊരു വീഡിയോ ഞാൻ ലിങ്കിൽ ചേർക്കുന്നുണ്ട്, നിങ്ങൾക്കത് നോക്കാവുന്നതാണ്. ഇത് മാത്രമല്ല, ഇന്ന് ഗാസയിൽ ഇസ്രയേൽ ചെയ്യുന്ന മനുഷ്യാവകാശ ലംഘനങ്ങൾ ആരെങ്കിലും നാസികളോട് ഉപമിച്ചാൽ അവരെ ഒരു തെറ്റും പറയാൻ കഴിയില്ല. ഇസ്രയേലിന്റെ ആക്രമണത്തിൽ ഗാസയിൽ ഇതുവരെ കൊല ചെയ്യപ്പെട്ടിട്ടുള്ളത് 35,000-ലധികം ആളുകളാണ്. ഇതിൽ 15,000-ഓളം കുട്ടികളാണ്. 20 ലക്ഷം വരുന്ന ഒരു പോപ്പുലേഷന് ഒരൊറ്റ ഹോസ്പിറ്റലോ യൂണിവേഴ്സിറ്റിയോ പ്രവർത്തിക്കാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ ഗാസ ഉള്ളത്. അവർക്ക് ഭക്ഷണമില്ല, കുടിവെള്ളമില്ല. 1.7 മില്യൺ പാലസ്തീനിയൻസ്, അതായത് പോപ്പുലേഷന്റെ ഏകദേശം 80% ആളുകൾ ഇന്ന് സ്വന്തം വീടുകളിൽ നിന്ന് ഡിസ്പ്ലേസ്ഡ് ആണ്. UN കണക്ക് മാത്രം പറയുന്നത് ജനസംഖ്യയുടെ 70% പേരും ഭീകരമായ പട്ടിണിയിലാണ് എന്നാണ്. 5 ലക്ഷത്തിലധികം ആളുകൾ കടുത്ത ഭക്ഷ്യക്ഷാമത്തിലൂടെയാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഏതൊരു യുദ്ധത്തിലും പൊതുവെ സ്വീകരിക്കുന്ന ചില കരുതലുകളുണ്ട്. അതായത് അഭയാർത്ഥി ക്യാമ്പുകൾ, ഹോസ്പിറ്റലുകൾ തുടങ്ങിയ സ്ഥലങ്ങളെങ്കിലും ആക്രമിക്കില്ല എന്നത്. എന്നാൽ അതുപോലും ഇസ്രയേൽ പൂർണ്ണമായിട്ടും ലംഘിക്കുകയാണ്. അത്തരത്തിലുള്ള ഒരു രാജ്യത്തെ നാസികളോടല്ലാതെ മറ്റാരോടാണ് ഉപമിക്കേണ്ടത്? എന്നാൽ അമേരിക്കൻ സർക്കാർ ഇതൊക്കെ നിയമവിരുദ്ധാക്കാൻ പോവുകയാണ്. ഇതിലേക്ക് അവരെ നയിക്കുന്ന കാരണം വളരെ വ്യക്തമാണ്. അത് ഇന്ന് അവർ ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഇന്ന് അമേരിക്കൻ യൂണിവേഴ്സിറ്റികളിലും മറ്റും പ്രോ പാലസ്റ്റൈൻ പ്രതിഷേധങ്ങൾ വളരെ ശക്തമായിട്ടുള്ള രീതിയിൽ മുന്നോട്ട് വരികയാണ്. ഈ പ്രതിഷേധങ്ങളെ നിയമപരമായിട്ട് ചെറുക്കാനുള്ള ഒരു പദ്ധതിയുടെ ഭാഗമാണ് ഇത്തരത്തിലുള്ള പുതിയ നിയമനിർമ്മാണങ്ങൾ. മറ്റൊരു ഇസ്രയേലി മിത്ത് അടുത്ത വീഡിയോയിൽ സംസാരിക്കാം. നിങ്ങൾക്ക് ഈ സീരീസിൽ കേൾക്കണം എന്ന് ആഗ്രഹിക്കുന്ന വിഷയങ്ങളും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു. നന്ദി.